നമസ്കാരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുലിനെയാണ് വെട്ടിയത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം. ഗുണ്ട കുടിപ്പക തന്നെയാണ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊല്ലത്തെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസ്. അതിലെ ഒന്നാം പ്രതിയാണ് ഈ അലുവ അതുല്. ഈ ജയിലിൽ കഴിയുകയായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങി സ്റ്റേഷനിൽ പോയിട്ട് മടങ്ങും വഴിയാണ് ഈ ആക്രമണം നടന്നത്. പട്ടാപ്പകൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപത്ത് വെച്ചാണ് ഈ ആക്രമണം നടന്നത്. കാറിൽ പോവുകയായിരുന്നു ഈ അലുവ അതുൽ എന്ന് പറയുന്ന പ്രതി. ഒരു സംഘം പിന്തുടർന്ന് കാറിൽ എത്തുകയായിരുന്നു. അതിനുശേഷം കാർ ഒരു ഭാഗത്തേക്ക് ഇടിച്ച് ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞു. അതിനുശേഷം പിന്നാലെ എത്തിയ കാറിലുണ്ടായിരുന്ന ആ സംഘം കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ ഇന്ന് പട്ടാപ്പകൽ നടന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ സിനിമയിലൊക്കെ ഇതുപോലുള്ള രംഗങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് തന്നെ എത്ര ദിവസം ഒരുപക്ഷെ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും, എഡിറ്റൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ നടന്നതാണ്. കൊന്നവരും കൊല്ലിച്ചവരും അല്ലേ ഗുണ്ടാ സെറ്റപ്പ് തന്നെയാണ്. ഗുണ്ടകളുടെയൊക്കെ പേര് തന്നെ കണ്ടില്ലേ, ജിമ്മൻ, അലുവ തുടങ്ങിയ ഒരാൾ ഒരു കൊലക്കേസിൽ ജയിലിലായിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അയാളുടെ പുറകെ വന്ന കാറിൽ വന്ന അവർ ഇടിച്ച് ഒരു കുഴിക്കകത്തിടുന്നു. പിന്നീട് ഡോർ തുറക്കുന്നു, ഓടിച്ചെല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. സിനിമയിലൊക്കെയാണ് ഇത്ര സംഗതിയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് പത്രവാർത്തയൊക്കെ ആയിട്ട് വരുമ്പോൾ വിവരിക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ CCTV ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് കാണാനും പറ്റിയിട്ടുണ്ട്. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഈ വീഡിയോ. കാരണം കേരളം പോലെ ഒരു സ്ഥലത്ത് ഇതിപ്പോൾ നിരന്തരം ഇങ്ങനെ നടക്കുന്നതാണ്. ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ചിലർ ഇതിനെ UP ആയിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. കേരളം എന്താ UP ആയോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ചിലർ അതിൻ്റെ താഴെ വന്നിട്ട് തിരുത്തുന്നുണ്ട്. ഏത് UP, ഏത് കാലത്തെ UP? ഒരുപക്ഷെ 10 വർഷം മുമ്പത്തെ UPയിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. ഒരുപക്ഷെ ഇതിൻ്റെയും അപ്പുറത്തെ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കും. പക്ഷേ ഇന്നത്തെ UPയിൽ ഒരുത്തനും, എത്ര വലിയ ഗുണ്ടാ സെറ്റപ്പ് ഉള്ളവനാകട്ടെ, ഒരുത്തനും ഇതുപോലൊരു കാര്യത്തിന് മുതിർന്നാൽ അവൻ ജയിലിലായിരിക്കില്ല പോകുന്നത്, അവൻ നേരെ പരലോകത്തേക്ക് പോകും. ഉണ്ട കയറി തീർന്നിരിക്കുക, ഒരു സംശയമില്ല. ഇവിടെ നടക്കും, കേരളത്തിൽ നടക്കും. ഇവിടെ വലിയ പ്രോത്സാഹനമാണ്. ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ശാപ്പാട് കിട്ടും. ഒരാഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറി വരെയുണ്ട്. ഇവിടെ സാധാരണക്കാരന്, ഇടത്തരക്കാരന് പോലും പറ്റുന്നില്ല ആഴ്ചയിൽ മട്ടൻ കറി കൂട്ടാൻ. പക്ഷേ ജയിലിൽ കിട്ടും നല്ല ശമ്പളവും ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇതുപോലുള്ളവന്മാർ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ മണ്ടന്മാർക്ക് അറിയാൻ മേലാത്തൊന്നുമല്ലോ ഇത്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CCTV വെച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഒട്ടുമിക്ക സംസ്ഥാനത്തുമുണ്ട്. ഈ CCTV വെച്ചിട്ടുണ്ടെന്നും ഇതിൽ പിടിക്കപ്പെടുമെന്നും അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ലോ. മാത്രമല്ല ഇവരുടെ ആ വെട്ടുന്ന ശൈലിയും കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ പ്രൊഫഷണൽസ് ആണെന്ന് പറയാനും പറ്റത്തില്ല. ചിലപ്പം ഈ രാസലഹരിയൊക്കെ അടിച്ചടക്കുന്ന അവന്മാരോട് പോയി വെട്ടിക്കൊല്ലെന്നൊക്കെ പറഞ്ഞ് കാശും കൊടുത്ത് വിട്ടതായിരിക്കും. പക്ഷേ അവരിതാ പോയി വെട്ടിക്കൊല്ലുന്നു. അത് നല്ല വൃത്തിയായിട്ട് തന്നെ. പോലീസിന് ഇനി വളരെ എളുപ്പമാണ് ഇവന്മാരെയൊക്കെ പിടിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ അവർക്ക് സുഖജീവിതമായിരിക്കും ജയിലിൽ. നല്ല ഭക്ഷണം, നല്ല ശമ്പളം, ഒരു ജീവനൊക്കെ കിട്ടുവാണെങ്കിൽ ഇറങ്ങുന്ന നേരത്ത് ഏതാനും ലക്ഷങ്ങളൊക്കെ കയ്യിൽ കാണും. പിന്നെ അവരുടെയൊക്കെ വിധി ഇങ്ങനെ തന്നെയായിരിക്കും. അവരിറങ്ങുമ്പോൾ ഈ കൊല്ലപ്പെട്ടവൻ്റെ ആളുകൾ തിരിച്ചും ചെയ്യും. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മൾ പട്ടാപ്പകൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രിയെപ്പറ്റി ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം മരുമകൻ തന്നെ നമ്മളോട് പറയുന്നത് എന്താ? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കേരളമാണ്, ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ഉള്ള സ്ഥലം കേരളമാണെന്നൊക്കെ പറയുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യും? മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയുമില്ലാത്ത, യാതൊരു സുരക്ഷയുമില്ലാത്ത ഏതെങ്കിലും സ്ഥലം ഇന്ത്യയിലുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ കേരളമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉത്തർപ്രദേശിലൊന്നും ഇത്തരം വാർത്തയില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനത്തെ പരിപാടി അവിടെ നടക്കില്ല എന്ന് സ്വപ്നമെങ്കിലും കണ്ടിട്ട് ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ അവന് ഒരു തവണ ചെയ്യാൻ പറ്റിയേക്കും. പിന്നീട് ഒരുപക്ഷെ അവൻ പോലീസ് സ്റ്റേഷനിൽ പോലും എത്തില്ല. അതിനു മുമ്പ് തന്നെ അവൻ തീർന്നിരിക്കും. അങ്ങനെ ഒരു പേടി കിട്ടിയാൽ പിന്നെ ആരെങ്കിലും 5 പൈസയുടെ ബുദ്ധിയുള്ളവൻ പിന്നെ പണിക്ക് നിൽക്കില്ല. അത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഈ കേരളത്തിലുള്ള ഗുണ്ടകളെ പോലെ, കൊട്ടേഷൻ ടീമിനെ പോലും അതിലുമൊക്കെ എത്രയോ കഠിന ഹൃദയരായിട്ടുള്ള ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. അവന്മാർ പോലും അനങ്ങുന്നില്ല ഇപ്പോൾ. അപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തിനെ താരതമ്യപ്പെടുത്തി ഉത്തർപ്രദേശ് പോലെയായി കേരളം എന്ന് പറയേണ്ട കാര്യമില്ല. പഴയ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. 10 വർഷം മുമ്പത്തെ ഉത്തർപ്രദേശ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഉത്തർപ്രദേശിനെ വെച്ചിട്ട് കേരളത്തിനെ താരതമ്യപ്പെടുത്തരുത്. അത് വേറെ ലീഗാണ്, വേറെ ലെവലാണ്. അവിടെ ഇതുപോലുള്ള ഒരു പരിപാടി നടക്കില്ല. അവിടെ നട്ടലുറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്. അതിനാൽ അവിടെ ഒരു ഗുണ്ടകളും ഇതുപോലെ പട്ടാപ്പകൽ ഇറങ്ങി ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലത്തില്ല. അതിന് ഏത് ഗുണ്ടയാണെങ്കിലും ശരി. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവനറിയാം എൻ്റെ സ്ഥാനം ജയിലിലായിരിക്കില്ല, ഞാൻ ഉണ്ട കയറി തീരും എന്ന് അവന് നല്ല ബോധമുണ്ട്. അതിനാൽ ഇവിടെ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങളെ നിങ്ങൾ വെറുതെ ഉത്തർപ്രദേശുമായിട്ട് താരതമ്യപ്പെടുത്താൻ നോക്കണ്ട. അങ്ങനെയല്ല എന്ന് ഇപ്പോൾ ഇവിടുത്തെ മലയാളികൾക്കും നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് താഴെയുള്ള ഇത് ഉത്തർപ്രദേശ് ആയോ എന്ന് ചോദിക്കുന്ന ചില തിരുമണ്ടന്മാരോട് മറുപടി കൊടുക്കുന്നത് ഉത്തർപ്രദേശിൽ ഇത് നടക്കില്ലെന്ന്.